ഹൈദരാബാദിലാണ് അക്യൂ മാസ്റ്റർ ഷുഹൈബ് റിയാലു സാർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കമറുദ്ദീൻ കൗസരി അവറുകൾ, സുധീർ സാർ, അതുപോലെ സുൽഫി സാറിൻ്റെയൊക്കെ കൂടെ അയച്ച സംഘത്തിൽ എത്തിയതാണ്. ഇവിടെ ധാരാളം കാഴ്ചകൾ കണ്ടു. നമ്മളൊക്കെ വ്യത്യസ്തമായി കേൾക്കുന്നത് പോലെ തന്നെ ഹൈദരാബാദ് ഒരു ഫുഡ് സിറ്റി തന്നെയാണ്. വ്യത്യസ്ത തരത്തിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ഇവിടെ ആളുകൾ എത്തുന്നുണ്ടാകും. ഇവിടെ ധാരാളം കാഴ്ചകൾ. യമനികൾ മാത്രം താമസിക്കുന്ന ഒരു പ്രത്യേക ഗ്രാമം. ഇവിടുത്തെ പഴയ രാജാവ് അദ്ദേഹത്തിൻ്റെ സഹായത്തിനായി മുൻ തലമുറയെ വരുത്തുകയും ഇവിടെ പൗരത്വം നൽകി ഇവിടെ തുടരുന്ന അങ്ങനെ ഒരു സാഹചര്യം. അതുപോലെ തന്നെ സൊമാലിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും പഠനാവശ്യത്തിനായി എത്തിയ, എഡ്യൂക്കേഷൻ പർപ്പസിനായി എത്തിയ മറ്റു കുറേ ഗ്രാമങ്ങൾ. ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകൾ ഇവിടെ ഉണ്ട്. എങ്കിലും ഇവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ, നമ്മളെ സന്തോഷിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, അക്യുപങ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും ഉറുദു പഠിക്കുന്ന ആളുകൾ, ഉറുദു അറിയുന്ന ആളുകൾ ഇവിടെ വന്ന് അക്യുപങ്ചർ പഠിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം 400 കിലോമീറ്റർ, 500 കിലോമീറ്റർ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ യാത്ര ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് നമ്മുടെ കേരളത്തിൽ നിന്നും ഷുഹൈബ് സാർ ഇവിടെ എത്തുന്ന ദിവസം ഇവിടെ ആ ക്ലാസ്സിന് അവർ അറ്റൻഡ് ചെയ്യുകയാണ്. ശരിക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഭാഷയായി പലപ്പോഴും ഉറുദുവിനെ പറയപ്പെടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ശരീരത്തിലെ സെൽഫ് ക്യൂറിങ് മെക്കാനിസം, എന്ത് അസുഖം വന്നാലും ശരീരത്തിൽ സ്വയം സുഖമാകുന്ന സംവിധാനം ഇതിൻ്റെ സൃഷ്ടാവ് ഈ ശരീരത്തിൽ തന്നിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് പല ചികിത്സാ മേഖലകളും പലപ്പോഴും ചികിത്സാ ചൂഷണങ്ങളാകുന്നില്ലേ എന്ന് ഓരോ ആളുകളും ചിന്തിച്ചു നോക്കണം. ഇവിടെയാണ് അക്യുപങ്ചർ പഠനത്തിൻ്റെ റിലവൻസ് ഉള്ളത്. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ പഠിക്കൽ നിർബന്ധമായി തീരുന്നത് പലപ്പോഴും ഇത്തരം ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ്. ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അക്യുപങ്ചറിസ്റ്റുകളുടെ ലൈഫ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു വിഷവുമില്ലാതെ, ഒരു പോയിസണും ഇല്ലാതെ, ഒരു ടോക്സിനും കഴിക്കാതെ അവർക്കുണ്ടാകുന്ന അസുഖങ്ങൾ സുഖമാകുന്ന അവസ്ഥയെ അവർ തിരിച്ചറിയുന്നു. പലപ്പോഴും മരണം, ഡെത്ത് എന്നുള്ള യാഥാർത്ഥ്യത്തെ പോലും ഉൾക്കൊണ്ടുകൊണ്ട്, പലപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് മരിക്കാനും ഭീകരമായ ചിലവാണ്. അതുകൊണ്ട് സ്വസ്ഥമായ ജനനം, സുഖമായൊരു ജീവിതം, ശാന്തമായ മരണം, ഇതെല്ലാം ഫ്രീയായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഓരോ വീട്ടിലും ഒരാളെങ്കിലും അക്യുപങ്ചറിസ്റ്റായി വേണമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എങ്കിൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനും ഈ ഒരു അറിവ്, ഈ ഒരു നോളജ് കരസ്ഥമാക്കൽ വളരെ അനിവാര്യമായ ഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അക്യുപങ്ചർ അക്കാദമി കേരളത്തിലും ഹൈദരാബാദിലും മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നും എത്തിക്കൊണ്ട് അക്യുപങ്ചർ പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ ഇന്ത്യയിൽ ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സൗകര്യം എല്ലാവരും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശരീരത്തെക്കുറിച്ചുള്ള ഈ അറിവ് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുകയും നിങ്ങളുടെ വരും തലമുറയെയും കൃത്യമായ ആരോഗ്യബോധത്തോടു കൂടി വളരാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈദരാബാദിൽ നിന്നും അക്യൂ മാസ്റ്റർ അൽത്താഫ് മുഹമ്മദ് സൈനിങ് ഓഫ്. താങ്ക് യു.